നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എൻ്റെ ഒപ്പം MS വേണുഗോപാൽ. $40,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ അങ്ങനെ അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് ശേഷം, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എവിടെയെല്ലാം പോരായ്മകളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെയൊക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ ഇന്ത്യൻ സേനയ്ക്ക് ഇപ്പോൾ അനുമതി കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ആയുധങ്ങൾ എല്ലാം ഇപ്പോൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുകയാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു തരത്തിൽ പ്രതിപക്ഷത്തിൽ നിന്ന് വരാൻ പോകുന്ന ഒരു വലിയ സമ്മർദ്ദം വരാൻ പോകുന്നത്, എന്തിനാണ് ഇത്ര രൂപ കൊടുത്ത് ആയുധങ്ങൾ വാങ്ങാൻ പോകുന്നത് എന്നായിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആയുധം വാങ്ങുന്നത് ഇപ്പോൾ ദ്വിമുഖ പദ്ധതിയായിട്ടാണ്. എന്തിനാണ് 40,000 കോടിയുടെ ആയുധ കച്ചവടം എന്ന് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇന്ത്യക്ക് ഈ അടുത്ത കാലത്തായിട്ടൊരു ലോട്ടറി അടിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഫാർ ഈസ്റ്റിൽ ഉള്ള രാഷ്ട്രങ്ങൾ പോലും ഇന്ത്യൻ ആയുധങ്ങൾക്ക് വേണ്ടി ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ ആയുധങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് അവർ ഇന്ത്യയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ബ്രഹ്മോസിനാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത്. ബ്രഹ്മോസിൻ്റെ വിവിധ തരത്തിലുള്ള മിസൈലുകൾ പല രാഷ്ട്രങ്ങൾക്കും ഇന്ന് ആവശ്യമായി വന്നിരിക്കുന്നു. അപ്പോൾ അത് ഒരു ആംഗിൾ മാത്രമാണ്. രണ്ടാമത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇന്ത്യ അതിഭയങ്കരമായ ഒരു ഭീഷണി നേരിടുന്നുണ്ട്. ആ ഭീഷണി ചൈനയിൽ നിന്നാണെങ്കിലും ചൈന നേരിട്ട് തൊഴുകിയില്ല. ചൈനയ്ക്ക് ബൂട്ടിട്ട 2 കാലുകൾ, ഒന്ന് പാകിസ്ഥാനും ഒന്ന് ബംഗ്ലാദേശും നമ്മുടെ ഇടവും വലവും നിർത്തുകയാണ്. ഈ കാലുകൾ കൊണ്ട്, ഈ കാലുകൾക്ക് എത്രയും ശക്തി ഉണ്ടാക്കി കൊടുത്ത് ഈ കാലുകൾക്ക് ബൂട്ട് അണിയിച്ച് നമ്മളെ ചവിട്ടാനായിരിക്കും ചൈന ഇപ്പോൾ ശ്രമിക്കുക. പിന്നീടൊരു കാലത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ചൈനയുടെ ശ്രമം നേരിട്ടൊരു വാറിനായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ നിൽപ്പുണ്ട്. അവർക്ക് തായ്വാനുമായിട്ടും മറ്റ് അവരുടെ കിഴക്കൻ ഭാഗങ്ങളിലെ പല ആൾക്കാരുമായിട്ടുമൊക്കെയുള്ള പല രാജ്യങ്ങളുമായിട്ടുള്ള തർക്കങ്ങൾ, ജപ്പാനുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം നിൽക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് കയറി ഒരു ആക്രമണത്തിന് ഇന്ത്യയുമായിട്ട് മുതിരില്ല. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്ത്യ അത്ര ഒരു നിസ്സാര പ്രതിരോധം തീർക്കുന്ന രാജ്യമല്ല. ഇന്ത്യക്ക് കുറച്ചുകൂടെ അവരുദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കരുത്തുള്ള രാജ്യം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ കമ്പൈൻഡ് ഫോഴ്സ് ഒരു ഡെഡ്ലി ഫോഴ്സാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു യുദ്ധത്തോടു കൂടി, ശരിക്കും പറഞ്ഞാൽ യുദ്ധമല്ല, നമ്മളൊരു സ്ട്രൈക്ക് നടത്തിയതാണ്. ഒരു 3 ദിവസം നടക്കുന്ന ഒരു സ്ട്രൈക്ക്. ആ സ്ട്രൈക്കോടുകൂടി നമ്മുടെ ഈ കമ്പൈൻഡ് അറ്റാക്കിൻ്റെ ഒരു ശക്തി പലർക്കും മനസ്സിലായി. പാകിസ്ഥാൻ വിറച്ചുപോയി. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ പലരും വളരെ വളരെ സാഗൂതം വീക്ഷിക്കുന്നത് ഇന്ത്യ ഇത്ര കരുത്തായോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 40,000 കോടിയുടെ ആയുധം വാങ്ങൽ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ 3 തലങ്ങളിൽ, പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ചൈന ആയാലും 3 ബോർഡറുകളിൽ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് അരുണാചൽ പ്രദേശിൽ അവർ നടത്തിയിരിക്കുന്ന ചില ശ്രമങ്ങൾ, അവിടെ ഫോഴ്സിനെ വിന്യസിക്കാനുള്ള നീക്കം, അവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കാനും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനും റെയിൽ ഫെസിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചൈനയുടെ സെൻട്രൽ ഏരിയയിൽ നിന്നും അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിലേക്ക് പെട്ടെന്ന് ആർമിയെയും ആയുധത്തെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വേണ്ട പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നാണ് റെയിൽ പദ്ധതി അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അവർ വളരെ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ പേരുമാറ്റം, അരുണാചലിൻ്റെ പ്രദേശത്തിൻ്റെ പലയിടത്തെയും പേരുമാറ്റം, അതുപോലെ അവർ ക്ലിപ്ഡ് വിസ എന്ന് പറഞ്ഞിട്ട് പലർക്കും വിസകൾ ഇഷ്യൂ ചെയ്യുന്നു. അരുണാചൽ പ്രദേശിലുള്ളവർക്കും ലഡാക്കിലുള്ളവർക്കും പിന്നെ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലുള്ളവർക്ക് വരെ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ അവർ ഞങ്ങളുടെ ആളാണെന്നുള്ള തെളിയിക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് ഇപ്പം അവർ പറയുന്നത്, ഇപ്പം ആളുകൾ വേണ്ടാത്ത ആയുധങ്ങൾ, ഇപ്പം നമുക്കിപ്പം പല ആയുധങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലൊക്കെ തന്നെ, സൂയിസൈഡ് മിസൈൽ, ഡ്രോണുകൾ എല്ലാമാണ് ഇതിനകത്ത് വാങ്ങുന്നത്.
മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, ഇതിനകത്തൊന്നും തന്നെ നമ്മൾ ആയുധങ്ങൾ നേരിട്ട് വാങ്ങുകയല്ല, നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സ് തയ്യാറാക്കുകയാണ്. എല്ലാം ഇതിൽ ഭൂരിപക്ഷവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 40,000 കോടി രൂപ നമ്മൾ പാകിസ്ഥാൻ വാങ്ങിക്കുന്ന പോലെയല്ല. പാകിസ്ഥാൻ വാങ്ങിക്കുന്നത് ഇത് ആരുടെയെങ്കിലും പടലിക്ക് കത്തിച്ച് കളയാനാണ്. പക്ഷേ ഇന്ത്യ വാങ്ങിക്കുന്നത് അതിന് ടെക്നോളജിയും കൂടെ ചേർത്താണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ലക്ഷ്യം നമ്മുടെ വ്യാപാര മേഖലയിൽ ഒരു പ്രമുഖ മേഖലയായിട്ട് നമ്മൾ ആയുധത്തെ കാണുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ വ്യാപാരത്തിൻ്റെ 40% ആയുധമാണെന്നുള്ളതാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ലോകത്ത് മുഴുവൻ അശാന്തി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കും അതിനകത്ത് കുറേ സ്കോപ്പുണ്ട്. അമേരിക്ക അശാന്തി സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും ഈ ആയുധം വിൽക്കുന്നത്. നമ്മുടെ ഇവിടെ പേപ്പട്ടിയെ 3,20,000 പട്ടിയെ കൊണ്ട് കടിപ്പിച്ചിട്ടാണ് ഈ വാക്സിൻ വിൽക്കുന്നതെന്ന് പറഞ്ഞ പോലെ ലോകത്ത് മുഴുവൻ അശാന്തി സൃഷ്ടിച്ചുകൊണ്ടാണ് USA അവരുടെ ആയുധം കച്ചവടം ചെയ്യുന്നത്. ഇന്ത്യ അങ്ങനെയല്ല. പക്ഷേ ആ അശാന്തി നിൽക്കുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി വേണമെന്നുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. കാരണം ഇന്ന് ഒരു രാജ്യവും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയാണ്. ഒരു രാജ്യം മറ്റൊരാളെ സഹായിക്കാത്ത അവസ്ഥയാണ്. ഒരു അമേരിക്കൻ ചേരിയും ഒരു USSR ചേരിയും ഇന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത്. പാകിസ്ഥാനും ഒറ്റയ്ക്കാണ്. പിന്നെ പാകിസ്ഥാന് നമ്മളെ കൊട്ടാൻ വേണ്ടി ചൈന സഹായം ചെയ്തു. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ആളാകാൻ വേണ്ടിയിട്ട് എർദോവൻ തുർക്കിയുടെ സഹായം കൊടുത്തു എന്നുള്ളത് കഴിഞ്ഞാൽ പാകിസ്ഥാനും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ആരും ആരെയും ഡയറക്റ്റായിട്ട് സഹായിക്കില്ല. ആയുധം കൊടുത്ത് സഹായിക്കും. യുക്രൈൻ കണ്ടതല്ലേ, നാറ്റോ സഹായിക്കും. എങ്ങനെ? നേരിട്ടിടപെടില്ല, ആയുധം തരും. അതിന് പിന്നീട് പല ബാധ്യതകളും വരും. ആ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് തന്നെ മറ്റൊരു രാഷ്ട്രത്തിന് പോകുന്ന അവസ്ഥ വരും. അപ്പോൾ ഈ ആയുധ കരാറും ആയുധ ഇടപാടുകളും ലോകത്തെ ഒരു വലിയ കച്ചവട ശൃംഖലയായി മാറിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും ഇത് സംഭരിച്ച് വെക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ ഒരു ഗതികേടാണ്, മാനവരാശിയുടെ ഗതികേടാണ്. കാരണം പട്ടിണി കിടക്കുന്ന രാജ്യവും ആയുധം വാങ്ങി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇന്നത്തെ ലോകം പോകുന്നത്. സൂപ്പർ പവർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആണവായുധത്തിന്റെ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ സൂപ്പർ പവർ ആണോ അല്ലെങ്കിൽ അതെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഈ ആണവായുധങ്ങൾ ഓരോരുത്തരും കരുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ പൊട്ടിച്ചാൽ തന്നെ ലോകം തീരാനുള്ളതുണ്ട്. ലോകം മുഴുവൻ ഉള്ള അണുബോംബുകൾ പൊട്ടിക്കണ്ട, ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രത്തെ അണുബോംബ് പൊട്ടിച്ചാൽ തന്നെ ലോകം മുഴുവൻ അവസാനിക്കാനുള്ള സാധനം കയ്യിലുണ്ട്. അപ്പോൾ ലോകാവസാനത്തിൻ്റെ സാധനമാണ് നമ്മൾ ഈ ഭൂമിക്കടിയിൽ നമ്മുടെ സേഫ്റ്റിക്ക് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ലോകത്തിൻ്റെ പതനത്തിനുള്ള ഒരു സാധനമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാണ് ലോകാവസാനം എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടുള്ളൂ. ആ വിധത്തിലാണ് ഓരോരുത്തരും അണുവായുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വട്ടൻ ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ട് വരുന്നതെന്ന് അത് സംഭവിച്ചുകൂടായില്ല. അത്രയ്ക്ക് ഭീഷണിയുള്ളതാണ് ഈ ന്യൂക്ലിയർ വെപ്പണുകൾ ഓരോരുത്തരും ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ലോകത്തിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വിപണി സാധ്യത കൂടെ കണ്ടെത്താനും കൂടെ ഈ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിൽ വഴി നടക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഫ്രാൻസിൽ റാഫേൽ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി ചിലവ് മതി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ റാഫേലിന് വലിയൊരു എമൗണ്ട് കൊടുത്ത് ഈ ഫ്ലൈറ്റും ഇതിൻ്റെ ടെക്നോളജിയും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. ലോങ് റണ്ണിൽ ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കി വിൽക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ മോഡിഫൈഡ് വേർഷൻ, ഈ പേരിൽ നമുക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും, ഇതിൻ്റെ മോഡിഫൈഡ് വേർഷൻ വേറെ രൂപത്തിൽ നമുക്ക് വിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ മിസൈലുകൾ, അതുപോലെ സൂയിസൈഡിങ് ഡ്രോണുകൾ. നമ്മൾ ഡ്രോണിൻ്റെ കാര്യത്തിൽ ഒരു വലിയ റിസർച്ച് നടത്തി നമ്മളൊരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ബാംഗ്ലൂരിൽ തന്നെ ആസ്ഥാനമാക്കി ഇസ്രായേലിൻ്റെ ടെക്നോളജി വളരെ വലിയ തോതിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അത് കൊടുക്കാൻ ലോകത്ത് ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയേ ഉള്ളൂ. ഇപ്പോൾ അവർക്ക് ഇന്ത്യയോട് വളരെയധികം പ്രിയം കൂടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ത്യ ഇസ്രായേൽ ആ ഒരു ബന്ധം ദൃഢപ്പെടുന്നതിന് ഇസ്രായേൽ വളരെയധികം ആഗ്രഹിക്കുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം, ആ രാഷ്ട്രവുമായിട്ട് ഞങ്ങളുടെ കൊച്ചു രാജ്യവും കൂടെ ചേർന്ന് ഈ ലോകത്തിൻ്റെ മുഴുവൻ ചക്രം തിരിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോൾ ശക്തമായിട്ട് ഇന്ത്യ ഇങ്ങനെ തയ്യാറെടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പല രീതിയിലും, അതായത് ആയുധങ്ങൾ ഒരുക്കി, ആയുധങ്ങൾ വിറ്റ്, അങ്ങനെ ഒരു വശത്തെ പ്രതിരോധം ഉറപ്പിക്കുമ്പോൾ മറുവശത്തെ സമ്പാദ്യവും ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഭാവിയിലേക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് ശത്രുക്കളും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
അണിയറയിലില്ലാത്ത തുർക്കി വരെ നമ്മൾ നേരിട്ട് വന്നിട്ടുണ്ട്. അവരെ സഹായിക്കാനുള്ള ഉപജാപക സംഘങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇനി നേരിടാൻ പോകുന്നത്, ഇപ്പം നേരെ നമ്മൾ ഡയറക്റ്റ് ഒരു വിഷനായിട്ട് നോക്കുക, ഇനി അടുത്തൊരു 10, 40, 50 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറില്ലേ? അതായത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എല്ലാ രാജ്യങ്ങളും ഇന്ത്യയാണ് സമീപിക്കുന്നത്. ചിലവ് കുറച്ചാണെങ്കിൽ പോലും അതിനുള്ളതല്ല, അതിനെക്കാട്ടി നല്ല റിസൾട്ട് തരുന്ന സാധനങ്ങളാണ് അവർ കിട്ടുന്നത്. ബ്രഹ്മോസിനൊക്കെ ഇപ്പം ക്യൂ ആണ്. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇപ്പം വിറ്റ് തീരില്ല എന്നുള്ളതുകൊണ്ട് പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുന്നു. കൊൽക്കത്തയിലും അതുപോലെ തന്നെ UP-യിലും എല്ലാം പുതിയ ബ്രഹ്മോസ് പ്ലാന്റുകൾ നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യ ഒരു വശത്ത് ഇങ്ങനെ വലിയൊരു ശക്തിയായി മാറുമ്പോൾ അത് മറ്റൊരു തരത്തിൽ വെല്ലുവിളി കൂടി ആകില്ലേ? അതായത് ഇപ്പം നേരത്തെ പറയുമ്പോൾ തന്നെ പിണങ്ങി നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി മാറി ഇന്ത്യക്കെതിരെ തിരിഞ്ഞാലോ എന്നൊരു, അതായത് അവരുടെ കച്ചവടം മുടങ്ങുകയാണ്. ഇപ്പോൾ അമേരിക്ക, റഷ്യ പോലുള്ള അവരുടെയൊക്കെ കച്ചവടം മുടങ്ങുമ്പോൾ അത് ഇന്ത്യക്ക് നേട്ടമാണെങ്കിൽ പോലും അവരെ അത് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറില്ല. അത് ഇന്ത്യയെ നല്ല രീതിയിൽ അത് എതിരിടാൻ നമുക്കിപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീറ്ററായിട്ട് പോകുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ ശ്രമിക്കുക, അവരോടൊപ്പം നിന്ന് അവരുടെയും കൂടെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ, ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ S-400 എന്ന് പറയുന്ന നമ്മുടെ വജ്രായുധം നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അവരുടെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കും അതിന് സാമ്പത്തിക ഗുണം കിട്ടുന്നുണ്ട്. അമേരിക്കയുടെ ടെക്നോളജി ഉപയോഗിച്ചാൽ അവർക്കും അതിൻ്റെ ഗുണമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പർ പവറുകൾ പണ്ട് ഇതെല്ലാവരും തമ്മിലില്ല. ഇത് അമേരിക്കയും ഇസ്രായേലും റഷ്യയും ഒക്കെ ഫ്രാൻസും ഒക്കെ മാത്രമാണ് ഈ കളി കളിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തൊരു പ്ലെയറായിട്ട് ഇന്ത്യയും കൂടെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ വേറെ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും വലിയ പ്രശ്നം വരേണ്ട കാര്യമില്ല. അതിലൊരു സൂപ്പർ പവറായിട്ട് ഇന്ത്യയും കൂടെ വന്ന് ആ ഫീൽഡിൽ നമ്മൾ മേധാവിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് രണ്ട് വിധത്തിലാണ് ഗുണം. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ, അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇത് മറ്റ് രാജ്യങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഇതിലുള്ള ഒരു പ്രത്യേകത. നമുക്ക് വില കുറച്ച് നൽകാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ വലിയ രീതിയിൽ സമ്പാദ്യം ഇതിനു വേണ്ടി മുടക്കുന്നു. അപ്പം ഇന്ത്യയുടെ GDP ഇത് ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പണം ആവശ്യമാണ്, അവശ്യ സാധനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റെല്ലാമായിട്ട് ഇന്ത്യ കരുതി വെക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഇത് താങ്കൾക്ക് എന്ത് തോന്നുന്നത്? ഇന്ത്യയുടെ ഈ സമ്പദ്ഘടനയെ തന്നെ ഇത് ബാധിക്കുമോ ഇത്തരത്തിൽ വലിയ തോതിൽ പണം ചെലവാക്കുന്നത്? ഇന്ത്യയുടെ സമ്പദ്ഘടന എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഈ വിചാരിക്കുന്ന പോലെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. കാരണം വെച്ചാൽ അവശ്യ സാധനങ്ങളിൽ നമ്മൾ ഏകദേശം സ്വയം പര്യാപ്തമാണ്. നമുക്ക് ഒരുപാട് ഭക്ഷ്യസാധനങ്ങളോ മറ്റു കാര്യങ്ങളോ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ അത് തുടർന്നു പോകാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ ശക്തിയാവും. നമ്മൾ അതിൽ ഉപേക്ഷ വിചാരിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കരുത്ത് അതിനകത്തുണ്ട്, ആ മേഖലയിലുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മിക്ക സാധനങ്ങളും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചൈനയുടെ പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിലെ പ്രോഡക്റ്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് പ്രൈസിലും ക്വാളിറ്റിയിലൊക്കെ ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം. പക്ഷേ എന്നാലും നമ്മൾ ആവശ്യ സാധനങ്ങൾ പലതും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് മുതലേ പറയും എക്കണോമിക് സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചാലൊന്നും നമുക്ക് പെട്ടെന്ന് പേടിക്കേണ്ട കാര്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ അതിർത്തിയിലെ നമ്മുടെ ഒരു കയ്യേറ്റം വന്നാലേ ഉള്ളൂ. അത് വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ ആൾ പറയും അതെന്താ ഇപ്പോൾ ഇങ്ങനെ കയ്യേറ്റം വരുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണെന്ന്. ഈ ഗവൺമെൻറ് കുഴപ്പമല്ല. നമ്മൾ നാലാമത്തെ ഒരു വലിയ പവറാണെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ആർമിയിൽ അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തിക രംഗത്തും അതുപോലെ വലിയൊരു പവറാണ്. നമ്മളിനി മൂന്നാം സാമ്പത്തിക ശക്തിയായിട്ട് മാറണം. നാലാമെന്നുള്ളതിൽ തന്നെ നമുക്ക് നല്ല കുറച്ചുകൂടെ ശക്തമാകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാം സാമ്പത്തിക ശക്തിയായിട്ട് മാറണം എന്നുള്ള മുന്നേറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ പ്രമുഖ ശക്തികൾ നമ്മളെ എതിർക്കും. ആ എതിർപ്പിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ആ എതിർപ്പിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. അതിന് ആയുധവും ഒരു ഘടകമാണ്. പക്ഷേ ഇത് പിൽക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണ് ഇന്ത്യ ഇത് കൂടുതൽ ചർച്ചകളിൽ കൊണ്ടുവരുന്നത്. UPA സർക്കാർ ഭരിച്ച സമയത്ത് ആയുധങ്ങൾ വേണ്ടത്ര വാങ്ങിയിട്ടില്ല എന്നും മാത്രമല്ല പ്രതിരോധ സേന ഇത്തരത്തിൽ ശക്തമല്ല എന്നുള്ളൊരു വാദം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തിലൊരു കാര്യങ്ങൾ വരുമ്പോൾ പോലും പ്രതിപക്ഷം എതിർക്കുന്ന മറ്റു പല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് ഇതിനെ എതിർക്കുന്നത്. അങ്ങനത്തെ ഒരു രീതി വരുന്നുണ്ട്. ഇത് ഭൂഷണമാണോ? നമുക്ക് ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത്? അല്ല, ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ അത് നിശ്ചയിക്കേണ്ടത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൻ്റെ കുന്തമുന ഒടിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ഈ ഗവൺമെൻറ്റിനെയും
ഗവൺമെൻറ് ചെയ്തികളെയും അവരുടെ സ്ട്രെങ്ത്തിനെയും എതിർത്താൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് ദോഷം സംഭവിക്കും. പ്രതിപക്ഷം ഒരിക്കലും ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്ന നരേന്ദ്രമോദിയെ എതിർക്കാൻ പോയാൽ, അല്ലെങ്കിൽ വിജയിച്ച് നിൽക്കുന്ന ഇന്ത്യയെ എതിർക്കാൻ പോയാൽ തീർച്ചയായിട്ടും അവർക്ക് ദോഷം വരും. ഇപ്പോൾ BJPയോ നരേന്ദ്രമോദിയെ എതിർക്കുമ്പോൾ ഫലത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യയുടെ പുരോഗതിയെ എതിർക്കുന്നു എന്നാണ് പലർക്കും തോന്നുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് അഭിമാനകരമായ ചില നേട്ടങ്ങൾ ഈ സർക്കാർ ഉണ്ടാക്കി തന്നു. അത് യുദ്ധം വഴിയായാലും, അത് സാമ്പത്തിക രംഗത്തെ ചില കാര്യങ്ങളായാലും, ലോക വ്യാപാര രംഗത്തായാലും, നമ്മൾ മറ്റ് പലയിടത്തെയും ധാതുക്കളും ക്രൂഡ് ഓയിലും ഒക്കെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ അതിനെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ അന്തർദേശീയ മാർക്കറ്റുകൾ കാണുന്ന പോലുള്ള പദ്ധതികളൊക്കെ ചെയ്യുമ്പം ഈ സർക്കാർ നേർവഴിക്കാണ് പോകുന്നതെന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ട്. ആ ധാരണയെ ടോർപ്പഡോ ചെയ്യുന്ന വിധത്തിൽ പ്രതിപക്ഷം വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതിപക്ഷത്തിനെതിരാകും. അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിന് പലപ്പോഴും ക്ലച്ച് പിടിക്കാൻ പറ്റാത്തത്, ഉയർന്നു വരാൻ പറ്റാത്തത്. അവർ എബവ് ശശി തരൂർ പറയുന്ന പോലെ നേഷൻ ഫസ്റ്റ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ അവർ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണെന്ന് ആൾ തിരിതിരിക്കുള്ളൂ. പാകിസ്ഥാൻ്റെ നാവായിട്ട് ഇവിടെ ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ, പ്രതിപക്ഷമടക്കം ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അവരെ പാകിസ്ഥാൻ ചാരനാണെന്ന് ജനങ്ങൾ സംശയിക്കും. അവിടെയാണ് തോറ്റുപോകുന്നത്. ആ തോൽവി ഉണ്ടാവാതിരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കണം. അത് ചില പ്രതിപക്ഷ കക്ഷികൾ അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഒവൈസി, അതുപോലെ തന്നെ ഒമർ അബ്ദുള്ള, മമതാ ബാനർജി പോലും, അതുപോലെ തന്നെ ശരത് പവാർ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ സന്ദർഭം മനസ്സിലാക്കി ഉയർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഉയരാൻ ഇന്ത്യ മുന്നണിയിലെ പലരും തയ്യാറാണോ? കോൺഗ്രസ് തയ്യാറാണോ? അല്ലെങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ അബദ്ധം പറ്റും, വെട്ടിലാവും. എന്തായാലും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി അനിവാര്യമാണ് യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ. അതെന്തായാലും വേണമോ, അതിന് ചിലവാക്കുന്ന പൈസ അത്യാവശ്യമാണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം.